പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനം, ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ ഇതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ വളരെയധികം ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ പേജിൽ, നരേന്ദ്രമോദിയുടെ തന്നെ പേജിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾക്ക് താഴെ വന്ന ചില കമൻറ്റുകൾ വായിക്കാനിടയായി. വളരെ അഭിമാനത്തോടുകൂടി ഇന്ത്യൻ പൗരന്മാർ, നരേന്ദ്രമോദി ആരാധകർ എന്ന വിഭാഗത്തിൽ മാത്രം പെടുത്താൻ കഴിയാത്തവർ, നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ആരാധിക്കുന്നവർ, നരേന്ദ്രമോദി എന്ന ലോക നേതാവിനെ ആരാധിക്കുന്നവർ, നരേന്ദ്രമോദി എന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആരാധിക്കുന്നവർ, ഇങ്ങനെ വിവിധ കാറ്റഗറിയിൽപ്പെട്ടവരാണ് അവിടെ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. കൂട്ടത്തിൽ ഒരു കമൻറ്റ് ശ്രദ്ധിക്കാനിടയായി. ആ കമൻറ്റിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ ആരാധകനും പിന്തുണക്കാരനുമാകാനുള്ള കാരണങ്ങൾ എന്നാണ് ഒരു കമൻറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി കാരണങ്ങളാണ്, ഒരു 10-12 കാരണങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ആ കാരണങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളിതിനെ അനുകൂലിക്കുന്നു എങ്കിൽ ഷെയർ ചെയ്യുക എന്ന്. മോദിയെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുള്ളപ്പോഴും മോദി വിരുദ്ധത മനസ്സിൽ കൊണ്ട് നടക്കുന്നവരും അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യത്തിനെയും എതിർക്കുന്നവരും ഭാരതത്തിൽ ധാരാളമുണ്ട്. രണ്ട് വിഭാഗക്കാർ. നമ്മളെപ്പോഴും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി തന്നെ നരേന്ദ്രമോദിയെ ആരാധിക്കാൻ, നരേന്ദ്രമോദിയുടെ ആരാധകർക്കുള്ള കാരണങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കണമെന്ന് തോന്നി. എന്തായാലും അദ്ദേഹം കുറിച്ചിരിക്കുന്ന ആ കമൻറ്റുകൾ, ആ കമൻറ്റിലെ പോയിൻറ്റ്സ് വായിക്കാം. അദ്ദേഹത്തെ ആരാധിക്കാനും പിന്തുണയ്ക്കാനും നിരവധി കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അധികാരമോ തിരഞ്ഞെടുത്ത ലക്ഷ്യങ്ങളോ പരിഗണിക്കാതെ മുഷിഞ്ഞ വസ്ത്രങ്ങളിലോ അനുചിതമായ ഹെയർ സ്റ്റൈലിലോ ആശയക്കുഴപ്പത്തിലോ ആയ നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. മോദിയുടെ ശരീരഭാഷ ആജ്ഞാപിക്കുന്നതാണ്. നടത്തം പുരുഷത്വമുള്ളതാണ്. കാവ്യവസ്ത്രം ധരിച്ച ഒരു വിശുദ്ധനെയും സൈനിക വസ്ത്രം ധരിച്ച ഒരു പട്ടാളക്കാരനെയും സാധാരണ ദൈനംദിന വസ്ത്രം ധരിച്ച ഒരു ദിവ്യ രാജകുമാരനെയും പോലെയാണ് അദ്ദേഹം എന്ന് അദ്ദേഹം കമൻ്റ് ചെയ്തിരിക്കുന്നു. രാജ്യസ്നേഹം അദ്ദേഹത്തിൻ്റെ ശ്വാസമാണ്. അച്ചടക്കം അദ്ദേഹത്തിൻ്റെ രക്തത്തിലുണ്ട്. ആരുടെ ലോക നേതാവിൻ്റെ കൂട്ടത്തിലായാലും മോദിയുടെ കഴിവുകളാണ് ആധിപത്യം പുലർത്തുന്നത്. മറ്റുള്ളവർ അവിടെ കഴിവില്ലാത്തവരായി കാണപ്പെടുന്നു. അസാധ്യം എന്ന് തോന്നുന്ന നിരവധി തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെട്ടു. അദ്ദേഹത്തിനോളം കഴിവുള്ള മറ്റൊരു നേതാവിനെ മുൻപ് നമ്മൾ കണ്ടിട്ടില്ല. രാജ്യത്തിൻ്റെ ഉന്നത ശ്രേണിയിലാണെങ്കിലും അദ്ദേഹം ഒരിക്കലും തൻ്റെ കുടുംബത്തെ അനുകൂലിക്കുന്നില്ല. തൻ്റെ ചുറ്റും സഹോദരങ്ങളെ കാണാൻ ഒരിക്കലും സാധിച്ചില്ല. ഒരിക്കലും അദ്ദേഹത്തിന് ഒരു അവധിക്കാലവും ലഭിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരിക്കലും അസുഖം വന്നിട്ടില്ല. ആരും അദ്ദേഹത്തെ തലയിലോ കഴുത്തിലോ കമ്പിളി ഷാൾ ധരിച്ചതായി കണ്ടിട്ടില്ല. എത്രമാത്രം സംസാരിക്കണമെന്നും എപ്പോൾ മിണ്ടാതിരിക്കണമെന്നും അദ്ദേഹത്തിന് അറിയാം. ഇത്ര തിരക്കിലായതിനാൽ ആരും അദ്ദേഹത്തെ ക്ഷീണിതനായി കണ്ടിട്ടില്ല. നർമ്മബോധം മികച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം മൂർച്ചയുള്ളതും അതുല്യവുമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിലെ ഒഴുക്ക്, ചിന്തയുടെ വ്യക്തത, സംസാരത്തിലെ ഉച്ചാരണം ഇവയെല്ലാം രാജ്യത്തിന് ശുഭസൂചന നൽകുന്നു. രാഷ്ട്രീയ ശത്രുക്കളുടെ തന്ത്രങ്ങളെയും വെല്ലുവിളികളെയും നരേന്ദ്രമോദി ഒരിക്കലും ഭയപ്പെടുന്നില്ല. എതിരാളികളുടെ വിഡ്ഢിത്തങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം സമയം കളയുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം തൻ്റെ കർത്തവ്യത്തിൽ പൂർണ്ണമായും സമർത്ഥനാണ്. ആരോഗ്യം, പാരമ്പര്യം, സത്യസന്ധത ഈ 3 ഗുണങ്ങളുടെ സംയോജനമാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിവേകം, സമയനിഷ്ഠ, സമർപ്പണം ഇവയും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വം ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു വിശുദ്ധ പ്രതീകത്തോട് സാമ്യമുള്ളതാണ്. അവൻ്റെ ശക്തമായ കണ്ണുകൾ നരേന്ദ്രമോദിയെ ഒരു ഹിപ്നോട്ടിസ്റ്റ് ആക്കാൻ പ്രാപ്തമാണെന്നും ഇദ്ദേഹം കുറിക്കുന്നു. ഈ മനുഷ്യന് ആശയക്കുഴപ്പമോ ഭയമോ സ്വാർത്ഥതയോ ഇല്ല. 74 വയസ്സായിട്ടും ഈ മനുഷ്യൻ ഒരു ദിവസം 15 മുതൽ 20 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നു. നരേന്ദ്രമോദി കോട്ടുവായിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാനിപ്പോൾ ചെയ്തതുപോലെ നിങ്ങൾക്കിത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ ആരാധിക്കാൻ, രാഷ്ട്രീയ കാരണങ്ങളില്ലാതെ നരേന്ദ്രമോദിയെ ആരാധിക്കാനുള്ള കാരണങ്ങൾ നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾക്ക് താഴെ കമൻ്റായി കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സാഹചര്യങ്ങളെയും എല്ലാവരെയും നേരിടാൻ പ്രാപ്തരാണ്. പ്രധാനമന്ത്രിയുടെ കഴിവ് പരീക്ഷിക്കാൻ ശ്രമിക്കുന്നവർ, അവർ എത്ര ശക്തരായാലും അത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ജനങ്ങളോടുള്ള സമർപ്പണവും കൊണ്ടാണ്. ഇന്ത്യ ഒരു വിശ്വഗുരു ആകുന്നതിലേക്ക് നീങ്ങുക മാത്രമല്ല, അഭിമാനത്തോടെയും ലക്ഷ്യബോധത്തോടെയും ആ സിംഹാസനം അവകാശപ്പെട്ടു എന്ന് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി തെളിയിച്ചിരിക്കുന്നു. അമേരിക്ക പോലുള്ള വൻ ശക്തികൾ പോലും ഇപ്പോൾ ഇന്ത്യയുടെ ഉയർച്ചയെ അംഗീകരിക്കുന്നു. നരേന്ദ്രമോദി അവരുടെയൊക്കെ ഉറക്കം കെടുത്തി. ആഗോള നേതൃത്വത്തിൻ്റെ ദിശ ഇനി പടിഞ്ഞാറല്ല കിഴക്കാണ് തീരുമാനിക്കേണ്ടതെന്ന് മോദി അവരെ ബോധ്യപ്പെടുത്തി. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. ഇത് വെറുമൊരു മുദ്രാവാക്യമല്ല, മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയുടെയും ഏകീകൃത പരിശ്രമത്തിൻ്റെയും ആഗോള മന്ത്രമാണ്.
മോദി എന്ന ഇന്ത്യയുടെ നേതാവ് മാത്രമല്ല, ലോകത്തിന് ഒരു റഡാർ ആയി മാറിയിരിക്കുന്നു. ഇത് അഭിപ്രായപ്പെടുന്നവർ നിരവധിയാണ്. മറ്റൊന്ന്, പ്രതിരോധശേഷി. ഏത് പ്രതിസന്ധിയിലും പ്രതിരോധശേഷി സ്ഥിരത പുലർത്തുന്ന ഒന്നാകണമെങ്കിൽ ആ നേതാവിൻ്റെ കഴിവ് എത്രത്തോളമാണ് എന്നത് പറയേണ്ട കാര്യമില്ല. അഭിലാഷപൂർണമായ ദീർഘവീക്ഷണങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വിദേശ സന്ദർശനവും പലരും, പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ, മോദി വിരുദ്ധർ ഉൾപ്പെടെ വിമർശിക്കപ്പെടുമ്പോൾ ആ ഓരോ വിദേശ സന്ദർശനവും അദ്ദേഹം തനിക്ക് ലോക നേതാക്കളിൽ, ലോകരാഷ്ട്രങ്ങളിൽ ഉള്ള ആ ഒരു ഹോൾഡ്, ആ ഒരു സ്വാധീനം തെളിയിക്കുന്ന വേദികളാക്കി നരേന്ദ്രമോദി മാറ്റുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.